പ്രിയമുള്ളവരെ, മനുഷ്യർ മൃഗങ്ങളെക്കാൾ ഏറെ ബുദ്ധിശാലികളാണ്. നമുക്ക് യുക്തിസഹജമായ ചിന്താശക്തിയും പ്രാവർത്തന മികവും വളരെയേറെയാണ്. അതിനാലാണ് മൃഗങ്ങളെ അപേക്ഷിച്ച് മനുഷ്യർ വലിയ ഉയരങ്ങൾ കീഴടക്കുന്നത്. ഇതെല്ലാമാണെങ്കിലും മൃഗങ്ങളുടെ കുഞ്ഞുങ്ങൾ ജനിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടന്നു തുടങ്ങും. പക്ഷേ മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് സാധിക്കാത്തത്? 6 ദശലക്ഷ വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ പൂർവികർ മരം വിട്ടിറങ്ങി ഇരുകാലിൽ നടക്കാൻ തുടങ്ങിയതോടുകൂടി അവരുടെ നടുവ് നിവർന്നു. 2 കാലിലെ നടത്തത്തെ അനുകൂലിച്ച് ഇടുപ്പെല്ല് ചുരുങ്ങി. അതോടെ സ്ത്രീകളുടെ പ്രസവപാതയും കുറുകി. 2 കാലിലെ നടത്തത്തെ നിയന്ത്രിക്കാൻ തലച്ചോറിന്റെ വികാസം വളരെ പ്രധാനമാണ്. ഇങ്ങനെ വികസിക്കുമ്പോൾ തലയുടെ വലുപ്പവും കൂടും. അപ്പോൾ കുറുകിയ പ്രസവപാതയിലൂടെ കുഞ്ഞിന് പുറത്തു വരാനാകില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യ കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ചയെത്താത്ത തലച്ചോറുമായാണ് ജനിച്ചു വീഴുന്നത്. ജനിച്ച് 1 വയസ്സാകുമ്പോഴേക്കും തലച്ചോർ പൂർണ്ണമായി വളരുകയും കുഞ്ഞ് നിൽക്കാനും നടക്കാനും തുടങ്ങുകയും ചെയ്യുന്നു. അതേസമയം 4 കാലികളായ മൃഗങ്ങൾക്ക് അവരുടെ പ്രസവപാത വലുതായതുകൊണ്ട് തന്നെ പൂർണ്ണ വളർച്ച പ്രാപിച്ച തലച്ചോറുമായാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. അതിനാലാണ് അവർ ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിൽക്കാനും നടക്കാനും തുടങ്ങുന്നത്. ഇങ്ങനെ നോക്കിയാൽ മൃഗക്കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് മനുഷ്യ കുഞ്ഞുങ്ങൾ അത്ര പോരാ എന്നല്ലേ പറയാനാകൂ.